കുട്ടികളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ഒറ്റയല്ലൊരു ജീവിയും എന്ന പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളുമാണ്. ഈ പാഠഭാഗം ക്ലാസ് എടുത്ത് വിട്ടിട്ടുണ്ട്. കൂടാതെ കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും 5, 7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി ഈ വിഷയവും നമ്മുടെ ചാനലിൽ ലഭിക്കുന്നതാണ്. മക്കളെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലേ തുടർന്നുള്ള വീഡിയോകളും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ എല്ലാ പഠന പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും എഴുതിയെടുത്ത് പഠിക്കുക. ഫസ്റ്റ് ചോദ്യം: ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റു ജീവികളുടെ പേരെഴുതുക. മാൻ, മുയൽ, പുഴു, ചെറുമീൻ, പുൽച്ചാടി. ഈ ചിത്രത്തിൽ കാണുന്ന ജീവികളുടെ പേരെഴുതുക. തവള, പാമ്പ്, കൊക്ക്, പുൽച്ചാടി, പുഴു, തുമ്പി, കാക്ക, ഞണ്ട്, ഒച്ച്, ആമ. ഇവയിൽ സസ്യങ്ങളെ മാത്രം ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ചെറുമീൻ, ഒച്ച്, പുൽച്ചാടി. ചെറുമീനിനെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? തവള, കൊക്ക്, ഞണ്ട്, വലിയ മീൻ, കാക്ക. വയലിലെ ജീവികളെ ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സസ്യങ്ങളെ ആഹാരമാക്കുന്നവയും അവയെ ആഹാരമാക്കുന്ന ജീവികളെയും കുറിച്ച്. മാൻ, മുയൽ, പുൽച്ചാടി ഇവ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളാണ്. ഇവയെ ആഹാരമാക്കുന്നവയാണ്. മാനിനെ, മുയലിനെ ആഹാരമാക്കുന്നവയാണ് സിംഹം, കടുവ, പുലി അങ്ങനെയുള്ള ജീവികൾ. പുൽച്ചാടി ആഹാരമാക്കുന്നു തവള. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാരബന്ധം വിപുലീകരിച്ച് എഴുതുക. പുല്ല് ആഹാരമാക്കുന്ന സസ്യങ്ങൾ ആഹാരമാക്കുന്ന ജീവികളെ ആദ്യം കണ്ടെത്തണം. മാന്, മുയൽ, ആട്, പുൽച്ചാടി ഇവയെ കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? സിംഹം, കടുവ, പുലി അങ്ങനത്തെയുള്ള ജീവികൾ. അപ്പോൾ എങ്ങനെ ഇതാ? പുല്ല് കഴിക്കുന്നു മാൻ, മാനിനെ ആഹാരമാക്കുന്നു സിംഹം. പുല്ല്, ആട്, കടുവ. പുല്ല്, ആട്, മനുഷ്യൻ. പുല്ല്, പശു, മനുഷ്യൻ. എഴുതിക്കൂടെ? പുല്ല്, പുഴു, കോഴി, കുറുക്കൻ. പുല്ല്, പുൽച്ചാടി, കാക്ക, കുറുക്കൻ, കടുവ. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. പുല്ല്, പുഴു, ഓന്ത്, പാമ്പ്, കഴുകൻ. ഇനി ഇതിലില്ലാത്തത് കൂടുതലായിട്ട് നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ. ആഹാര ശൃംഖല ജാലം എന്നാൽ എന്ത്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാ ജാലം. എന്താണ് പ്ലവകങ്ങൾ? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ചുവടെയുള്ള പട്ടിക ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാ ജാലം ചിത്രീകരിക്കാനാണ് പറയുന്നത്. വലിയ ആഹാര ശൃംഖല എങ്ങനെയാണ് വരിക? പ്ലവകങ്ങളാണ് ഫസ്റ്റ് വരിക. പുല്ലിന് പകരം ചെറു സസ്യങ്ങളല്ലേ പ്ലവകങ്ങൾ. പ്ലവകങ്ങൾ, ചെറുമീനുകൾ, കടലാമ. പ്ലവകങ്ങൾ, ചെറുമീനുകൾ, കണവ, സ്രാവ്. പ്ലവകങ്ങൾ, ചെറുമീനുകൾ, മത്തി, സ്രാവ്. പ്ലവകങ്ങൾ, മത്സ്യങ്ങൾ, കടലാമ, സ്രാവ്. പ്ലവകങ്ങൾ, ചെറുമീനുകൾ, മത്തി. ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്നവ ചേർത്ത് എഴുതുക. ആദ്യം പ്ലവകങ്ങളാണ് വരേണ്ടത്. അടുത്ത ചോദ്യം: മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? സൂര്യപ്രകാശം, ജലസസ്യങ്ങൾ, ജലം, ഓക്സിജൻ, സൂക്ഷ്മാണുക്കൾ, അനുയോജ്യമായ താപനില. ഇവയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യത്തിന് ജീവിക്കാനാവൂ. കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ജീവനുള്ളവ ഏതൊക്കെയാണ്? ചെറുമീൻ, ഞണ്ട്, കൊക്ക്, തവള, തുമ്പി, പായൽ, നീർക്കോലി. ജീവനില്ലാത്തവയോ? ജലം, മണ്ണ്, വായു, കല്ലുകൾ, സൂര്യപ്രകാശം. ആവാസം എന്നാൽ എന്ത്? എന്താണ് ആവാസം? ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ സ്വാഭാവിക ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞില്ലേ മത്സ്യത്തിന് എന്തെല്ലാം ഘടകങ്ങൾ വേണം ജലത്തിൽ ജീവിക്കാൻ? എല്ലാ ഘടകങ്ങളും അടങ്ങിയ എല്ലാ ഘടകങ്ങളും അടങ്ങിയ സ്വാഭാവിക ചുറ്റുപാടാണ് ആവാസം. നമുക്ക് ജീവിക്കാനും വേണ്ടേ പല ഘടകങ്ങൾ? സൂര്യപ്രകാശം, ഓക്സിജൻ, ജലം, മണ്ണ് ഇവയൊക്കെ എല്ലാം അടങ്ങിയ ഒരു ചുറ്റുപാടാണ് ആവാസം. വിവിധ തരം ആവാസങ്ങൾ ഏതെല്ലാം? കുളം, വയൽ, കാവുകൾ, കടൽ, മരുഭൂമി, തോട്, പുൽമേടുകൾ, കായൽ, കണ്ടൽക്കാടുകൾ, സമുദ്രങ്ങൾ, ദൂരപ്രദേശങ്ങൾ. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ആവാസങ്ങൾ. ഈ ഭക്ഷ്യശൃംഖലാ ജാലത്തിൽ നിന്ന് കടുവകൾ ഇല്ലാതായാൽ എന്തു സംഭവിക്കും? ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും?
ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിലുള്ള ജീവികളാണ് കടുവകൾ. കടുവകൾ ഇല്ലാതായാൽ കടുവകളുടെ ഭക്ഷണമായ മാൻ, കുറുക്കൻ, കാട്ടുപോത്ത് എന്നിവയുടെ എണ്ണം വർദ്ധിക്കും. കാരണം അവയെ തിന്നാൻ ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. നിങ്ങളുടെ പ്രദേശത്ത് അധിനിവേശ ജന്തുക്കളോ സസ്യങ്ങളോ ഉണ്ടോ? കണ്ടെത്തൂ. അവ മറ്റു സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ. ആഫ്രിക്കൻ പായൽ ഒരു തരം ജലസസ്യമാണ്. ജലാശയങ്ങളിൽ നന്നായി വളർന്ന് മറ്റു ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കും. ആഫ്രിക്കൻ ഒച്ച്. ഈ ജീവികൾ പെട്ടെന്ന് പെരുകും, വർദ്ധിക്കും. ഇവയെ നശിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പുഴുക്കളും ഇലകളും പൂവും തണ്ടുമൊക്കെ ഇത് തിന്ന് നശിപ്പിക്കും. പിന്നെ മറ്റുള്ള ജീവികൾക്ക് കഴിക്കാൻ ഭക്ഷണം, ആഹാരമൊക്കെ ഇല്ലാതാവും. ഇലകളും പുഴുക്കളൊക്കെ ഇവരെന്നെ കൂടുതൽ പെരുകി വളർന്ന് ഇവരെന്നെ തിന്ന് തീർക്കും. എന്താണ് ആഹാര ശൃംഖല? ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. ഇതാണ് ആഹാര ശൃംഖല. ഇത്തരത്തിലുള്ള കൂടുതൽ ശ്രേണികൾ കണ്ടെത്തി എഴുതുക. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. പുല്ല്, പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ. പുല്ല്, അണ്ണാൻ, പൂച്ച, കഴുകൻ. പുല്ല്, അണ്ണാൻ, കുറുക്കൻ, കഴുകൻ. ഇങ്ങനെ ഒറ്റ ശ്രേണിയുള്ള ആഹാര ബന്ധത്തെയാണ് ആഹാര ശൃംഖല എന്നറിയപ്പെടുന്നത്. ഇനി തന്നിരിക്കുന്ന ആഹാര ശൃംഖലകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്ന മാതൃകയിൽ ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്തൂ. ഇതിൽ ആദ്യം എന്താണ് വന്നിട്ടുള്ളത്? ഒന്നാമത്തെ കണ്ണി പുല്ല്, അവസാനത്തെ കണ്ണി കഴുകൻ, പാമ്പ്, കുറുക്കൻ എന്നൊക്കെ ഉണ്ട്. ആദ്യത്തെ കണ്ണി പുല്ലാണ്. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏതു ജീവി വിഭാഗത്തിൽ നിന്നാണ്? സസ്യങ്ങളിൽ നിന്ന്. ആദ്യത്തെ കണ്ണി സസ്യങ്ങളാണ്. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്തെല്ലാം? കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ജലം, ഹരിതകം. അടുത്ത് നോക്കൂ. നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിലുള്ള ഇലകൾ ക്രമീകരിക്കുന്നവയെ കൂട്ടങ്ങളാക്കൂ. ഫസ്റ്റ്, ചെമ്പരത്തി പോലുള്ളവ. ഏതൊക്കെയാണ്? സൂര്യകാന്തി, സപ്പോട്ട, തെങ്ങ്, ചെമ്പരത്തി. തുളസി പോലുള്ളവ പേര, റോസ്, പുതിന. തേയിലമ്പാല പോലുള്ളവ കോളാമ്പി, എരുക്ക്, ശതാവരി, പൈനാപ്പിൾ. നിങ്ങളുടെ പ്രദേശത്തുള്ള വ്യത്യസ്ത നിറമുള്ള ഇലകൾ ശേഖരിക്കൂ. ശേഖരിച്ച ഇലകൾ പ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കൂ. ഇലയിൽ കണ്ട നിറവും പ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും പട്ടികപ്പെടുത്തൂ. ചീര, ഇലയുടെ നിറം ചുവപ്പ്, പ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം പച്ച. ചുവന്ന ക്യാബേജ്, ഇലയുടെ നിറം ചുവപ്പ്, പ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറം പച്ച. എന്താണ് വർണ്ണങ്ങൾ? ഇലകൾക്കും തണ്ടുകൾക്കും പഴങ്ങൾക്കും പൂക്കൾക്കും നിറം നൽകുന്നത് വർണ്ണങ്ങളാണ്. എന്താണ് ഹരിതകം? ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണങ്ങളെയാണ് ഹരിതകം എന്ന് പറയുന്നത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ജീവജാലങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താണ്? മൈക്രോസ്കോപ്പ്. സ്റ്റൊമാറ്റ എന്നാൽ എന്ത്? ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളെയാണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. എപ്പിഫൈറ്റുകൾ എന്നാൽ എന്ത്? വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഓർക്കിഡ്, മരവാഴ. എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യങ്ങൾക്ക് ദോഷമുണ്ടാകുമോ? ഇല്ല. കാരണം അവ അന്തരീക്ഷത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അർദ്ധപരാദങ്ങൾ? ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഉദാഹരണം ഇത്തിൽക്കണ്ണി. പൂർണ്ണപരാദങ്ങൾ എന്നാൽ എന്ത്? ആതിഥേയ സസ്യങ്ങളിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളുള്ള സസ്യങ്ങളെയാണ് പൂർണ്ണപരാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉദാഹരണം മൂടില്ലാത്ത ആൾ. ചുവപ്പ് നിറത്തോടു കൂടിയ ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഇല്ല, യോജിക്കുന്നില്ല. കാരണം ചുവന്ന നിറമുള്ള ഇലകളിൽ ഹരിതകം അടങ്ങിയിട്ടുണ്ട്. ചുവന്ന നിറമുള്ള ഇലകളുടെ ചെടികൾക്ക് ഹരിതകം ഉള്ളതിനാൽ പ്രകാശ സംശ്ലേഷണം വഴി സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയും. ആഹാര ശൃംഖല ജാലത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്തു സംഭവിക്കും? കൊതുകിനെയും പുൽച്ചാടിയെയും കഴിക്കുന്നത് തവളയാണ്. തവളകളുടെ എണ്ണം കുറഞ്ഞാൽ കൊതുകുകളുടെയും പുൽച്ചാടികളുടെയും എണ്ണം വർദ്ധിക്കും. ഇത് ആവാസ വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യും. മക്കളെ, ഇതോടുകൂടി ഈ യൂണിറ്റ് അവസാനിച്ചിട്ടുണ്ട്. എല്ലാ പഠന പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഈ യൂണിറ്റിൻ്റെ ക്ലാസ് 5 പാർട്ടുകളാക്കിയിട്ട് വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അതും കൂടി പോയി കാണുക. എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുകയുള്ളൂ. പുതിയ യൂണിറ്റുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.